പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം നമുക്ക് വേണം. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടതും ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35. പരിശുദ്ധ മറിയത്തോട് ദൈവദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ. ആ വചനം ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എൻ്റെ മേൽ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് ഡിവൈൻ പവറാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നിറയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കുക, സ്വീകരിക്കുക. ശക്തി കൊണ്ട് നമ്മൾ നിറയും. ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയും. ഈ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറഞ്ഞു എങ്കിൽ മാത്രമേ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തുവാൻ, ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കുവാൻ, ജഡത്തിൻ്റെ ആസക്തികളെ നിയന്ത്രിക്കുവാൻ, എല്ലാറ്റിനും തകർത്ത് ഒരു ആത്മീയ മനുഷ്യനായിട്ട് മുന്നേറണമെങ്കിൽ നമുക്ക് ദൈവാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയണം. ഹല്ലേലൂയ. ഈ ദൈവാത്മാവിൻ്റെ ശക്തി നിറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ചെയ്യാനുള്ളത് വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ ദൈവശക്തി നിറയാൻ. ഇതിനകത്ത് ഒരു ടെക്നിക്കുമില്ല. ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം. ദൈവശക്തി നമ്മൾ നിറയാനുള്ള വഴി എന്താണ്? ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം. വേറെ ഒരു വഴിയില്ല. ഈ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നാൽ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ജഡത്തെയും ലോകത്തെയും സാത്താനെയും ആസക്തികളെയും ഒക്കെ കീഴ്പ്പെടുത്തി ശക്തനായ ആത്മീയ വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ മുന്നേറും. ഹല്ലേലൂയ. സാത്താനെ ബഹിഷ്കരിക്കണമെങ്കിൽ ദൈവശക്തി നമ്മൾ വേണം. ജഡമോഹങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ദൈവശക്തി നമ്മൾ വേണം. സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ദൈവശക്തി നമ്മൾ വേണം. രോഗികളെ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ദൈവശക്തി നമ്മൾ വേണം. ഇതിനെല്ലാം ദൈവശക്തി നമ്മൾ വേണം. ഇത് സ്വീകരിക്കാനുള്ള വഴിയെന്ന് പറയുന്നത് ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധിയുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലോക പ്രശസ്തനായ ഒരു വലിയ സുവിശേഷകനാണ്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, റെയ്നാർഡ് ബോംഗെ എന്ന് പറയും. റെയ്നാർഡ് ബോംഗെ, ആ വലിയ സുവിശേഷകൻ മരിച്ചുപോയി. അദ്ദേഹം ജർമ്മൻകാരനാണ്, ജർമ്മൻ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ രംഗം ആരംഭിക്കുക. ചെറിയ തോതിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. പിന്നീട് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരാൻ തുടങ്ങി. അത്ഭുതമായ രോഗശാന്തികൾ, ഡെലിവറൻസ്, വലിയ ദൈവപ്രവൃത്തികൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്നു. ഒരിക്കൽ ശാലോം മാസികയുടെ എഡിറ്റോറിയലിൽ ബെന്നിസാർ റെയ്നാർഡ് ബോംഗയെക്കുറിച്ച് എഴുതുന്ന ഒരു സംഭവമുണ്ട്. ഞാനത് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് റെയ്നാർഡ് ബോംഗയുടെ ശുശ്രൂഷകൾ ആഫ്രിക്കയിൽ ഉടനീളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കത്തിപ്പടരുക. അപ്പം അവിടെ ആഫ്രിക്കയിൽ അതിന് സുവിശേഷത്തിൻ്റെ കൂടാരം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം 60,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു കൂടാരം അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അതിന് ആദ്യത്തെ
ശുശ്രൂഷ ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് നടക്കുക. 60,000 പേർക്ക് ആ കൂടാരത്തിന് ഉള്ളിൽ ഇരിക്കാം. അത് ഇൻസ്റ്റൻ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന കൂടാരമാണ്. അവിടെ ആദ്യത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും കൂടാരമൊക്കെ നിറഞ്ഞു. പിന്നെ സംഭവിച്ചത്, അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വലിയ കൊടുങ്കാറ്റ് മഴയുമുണ്ടായി. ഈ 60,000 പേരുടെ കൂടാരം തകർന്നുപോയി. അങ്ങനെ ലക്ഷക്കണക്കിന് ഡോളർ റെയ്നാർഡ് ബോങ്കയ്ക്ക് ടീമിന് നഷ്ടം വന്നു. അദ്ദേഹം വലിയ സങ്കടത്തിലായി. അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട, 60,000 പേർക്ക് ഇരിക്കാനുള്ള കൂടാരമാണ് നീ ഉണ്ടാക്കിയത്. ഞാൻ കൂടാരം തകർത്തത്, ഇനി നിൻ്റെ കൺവെൻഷനിലേക്ക് ഞാൻ ലക്ഷങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കൂടാരം ഞാനാണ് തകർത്തത്, നീ കൂടാരത്തിലായിരിക്കേണ്ടവരില്ല, ലക്ഷങ്ങൾ നിൻ്റെ കൺവെൻഷനിലേക്ക് വരാൻ പോവുകയാണ്. പിന്നെ അദ്ദേഹം ഓപ്പൺ എയർ കൺവെൻഷനിലേക്ക് അങ്ങോട്ട് നീങ്ങി കൂടാരത്തിൻ്റെ പ്രതീക്ഷയൊക്കെ വിട്ടു. ഓപ്പൺ എയർ കൺവെൻഷൻ കൊണ്ട് ആരംഭിച്ചു. പിന്നെ സംഭവിക്കുന്നത്, അങ്ങോട്ട് തുടങ്ങി 30 ലക്ഷം പേരൊക്കെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ ആഫ്രിക്കയിൽ കൂടി. ഒരു കൺവെൻഷന് 30 ലക്ഷം പേരൊക്കെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ അവിടെ പങ്കെടുത്തു. അസാധാരണമായ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആഫ്രിക്കയിൽ ലോകത്തിലുടനീളം ഒരു പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ച് അദ്ദേഹം ഒരു 4-5 വർഷം മുമ്പ് ഈ ലോകത്തോട് യാത്രയായി ദൈവസന്നിധിയിലേക്ക് പോയി. അസാധാരണമായ ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ള വലിയൊരു സുവിശേഷകനായിരുന്നു റെയ്നാർഡ് ബോങ്കെ. ഞാനിത് പറഞ്ഞ കൂടാരം കർത്താവ് തകർത്തു. ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ അദ്ദേഹം തൻ്റെ മുറിക്കുള്ളിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും ശുശ്രൂഷയ്ക്കായിട്ട്. വലിയ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമങ്ങളും വലിയ രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. കർത്താവ് ശക്തമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. അപ്പോൾ ദൈവശക്തി കൂടാതെ നമുക്ക് ശക്തനായ ഒരു ദൈവരാജ്യ ശുശ്രൂഷകനായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ, നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചേ മതിയാവത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നിനക്ക് ഒരു വിശുദ്ധയായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയുമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള വചനം, 37, 38, 39. തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു ദേവാലയത്തിൽ എണീറ്റു നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. ദാഹിക്കണം, ആത്മാവിന് വേണ്ടി ദാഹിക്കണം. ഇന്ന് പലർക്കും ദാഹമുണ്ട്. എന്തിൻ്റെ ദാഹമാണ്? ജഡത്തിൻ്റെ ദാഹം, ലോകത്തിൻ്റെ മോഹങ്ങൾ, അല്ലെ ലോകത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ദാഹം. അങ്ങനെ വ്യത്യസ്തമായ ദാഹത്തിലാണ് ജഡിക മനുഷ്യൻ ജീവിക്കുന്നത്. അത് വിട്ടിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ള വലിയ ഒരു ദാഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. ഈ ഒരു വലിയ ദാഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആത്മാഭിഷേകമില്ലാതെ, ദൈവശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ യേശുവിന് സാക്ഷ്യം കൊടുത്ത് ഒരു ജീവിതം നയിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസോസ് 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി വഴിയായി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് യേശുക്രിസ്തുവിലും സഭയിലും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി വഴിയായി, അതായത് നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴിയായി
നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് പരിശുദ്ധാത്മാവിന് സഭയിലും യേശുക്രിസ്തുവിനും എന്ന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അത് നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാനായിട്ട് ആത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്, പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. ദൈവം ആത്മാവാണ്, അരൂപിയാണ്. അരൂപിയായ ആത്മാവായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു വസിക്കുമ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് എന്നിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. ഇന്നലകളും ഇന്നുകളും വരാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവം ആത്മാവാണ്, അരൂപിയാണ്, കാണത്തില്ല കണ്ണുകൊണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മോട് സംസാരിക്കും, ഇടപെടും, വെളിപ്പെടുത്തി തരും, ഒക്കെ ആത്മാവ് ചെയ്യും. പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങളെ അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ഈ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വസിക്കുക. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. ഇത് പാപകരമായ ജീവിതത്തിന് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഈ ശരീരം ഒരിക്കൽ ഉയർത്തി നിൽക്കേണ്ടതാണ്. നമ്മളൊക്കെ മരിക്കും, ഈ മണ്ണിൽ അടക്കപ്പെടും. യേശുവിൻ്റെ രണ്ടാം വരവിൽ ഈ ശരീരത്തോടെ ഞാൻ ഉയർത്തി നിൽക്കും. 1 കൊരിന്ത്യർ 15 പറയുന്നു, കണ്ണിമയ്ക്കുന്നത്ര വേഗം നിങ്ങൾ രൂപാന്തരപ്പെടും, ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെടും. നമ്മളെല്ലാവരും ഈ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ടോ നമ്മൾ ഈ ശരീരത്തിൽ രൂപാന്തരപ്പെടും. എങ്ങനെ? യേശുവിൻ്റെ മഹത്വമുള്ള ശരീരം എങ്ങനെയാണോ അതുപോലെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. മഹത്വമൊരു ശരീരമാകും. ദൈവത്തിലുള്ളവർ സ്വർഗത്തിലേക്കും അല്ലാത്തവർ നിത്യനരകത്തിലേക്ക് പോകും. നിത്യനരകത്തിൽ ഈ ശരീരത്തോടുകൂടി തന്നെ നമ്മൾ പീഡിപ്പിക്കപ്പെടും നിത്യകാലം. അങ്ങനെയാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഈ ശരീരം പാപകരമായ ജീവിതത്തിൽ വിട്ടുകൊടുക്കരുത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മൾ ഈ ശരീരത്തോടെ തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശരീരത്തെ വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെല്ലാവരും വളരേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു സ്നേഹബന്ധം, ഒരു കൂട്ട് നമുക്ക് ഉണ്ടാവണം. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം എല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ്, അതായത് ദൈവാത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ പോലും ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നു. നിഗൂഢമായ രഹസ്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ, മഹത്വത്തിൻ്റെ കാര്യങ്ങൾ, മനുഷ്യന് മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആത്മാവിലൂടെ വെളിപ്പെടുത്തും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.